ഹായ്, ഞാനിപ്പോൾ കോട്ടക്കുന്നാണ് കേട്ടോ. കോട്ടക്കുന്ന് വന്ന് കുറേ മുന്നേ ഇവിടെ വന്ന് ലൈസൻസൊക്കെ വണ്ടിൻ്റെ 4 വീലർ ലൈസൻസൊക്കെ വന്ന് എടുത്ത് അന്നൊക്കെ മൊട്ട പറമ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ആകെ അന്തം വിട്ടു. നമ്മുടെ നാട്ടിലാണ് കേട്ടില്ല, ഇവിടെ വരലില്ല. ഇപ്പോൾ വന്നപ്പോൾ സൂപ്പർ കേട്ടോ, അടിപൊളിയാണ്, പിന്നെ ഒന്നും പറയാനില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് ഗാർഡൻക്ക് നിങ്ങളൊന്ന് കയറണം കേട്ടോ, അടിപൊളിയാണ്. ഇതിൽ മരുഭൂമിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഒട്ടകവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ ആകെ അന്തം വിട്ടു. അടിപൊളി, ഇത് നമ്മളെ നാട് തന്നെയാണോ എന്ന് ഓർത്തുപോയി. സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ വൈകിട്ട് ഒരു 4 മണിക്കാണ് പോകുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ ഇതാക്കാനൊന്നും പറ്റില്ല. ഇവിടെ വരുമ്പോഴാണ് അറിയുള്ളൂ. പല ഭാഗത്തുനിന്നും ഇങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട്. എല്ലാത്തിനും നല്ല ടിക്കറ്റ് എടുക്കണം. ഫ്രീ ഇല്ല കേട്ടോ, ഒന്നും ഫ്രീ ഇല്ല. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ട് കേട്ടോ. ഫുഡ് പല ജാതി ഫുഡുകളുണ്ട്. ഇവിടെ വന്നാൽ മലപ്പുറത്തിൻ്റെ നല്ല രുചിയുള്ള ഫുഡ് കിട്ടും കേട്ടോ. നല്ല നല്ല ഫുഡുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നല്ല ഫുഡൊക്കെ അടിച്ച് പോകുന്നതാണ്. അപ്പോൾ പാനിപൂരിയും ചായയൊക്കെ കുടിച്ച് ഐസ്ക്രീമും കാര്യങ്ങൾ, ഐസ് ഇങ്ങനത്തെ ഒക്കെ തിന്നിട്ട് എല്ലാ ചുരണ്ടി ഐസ് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റം. അത് അപ്പുറ സൈഡിലാണ്, ഇത് ഈ ഭാഗത്താണ് ഞങ്ങൾ വന്നത് കേട്ടോ. അവിടെ വന്നാൽ കാശ് മുതലാവും. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നടക്കാൻ കഴിയുന്നവർക്ക് അടിയിൽ വണ്ടി നിർത്തിയിട്ട് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമുക്ക് ഇങ്ങോട്ട് വരാം. വാഹനം കയ്യിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ല. പിന്നെ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് റോഡ് കയറി പോന്നാൽ ഇതിൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ശരിക്കും നോക്കണം, വണ്ടി ലോക്കും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. എവിടെ നിന്നും വണ്ടി മോഷണം നല്ലോണം പോകുന്നുണ്ട്. നമ്മളെ അടുത്തു നിന്നൊക്കെ 2-3 ബൈക്കൊക്കെ എത്തി പറയാൻ കാരണം ബൈക്കൊന്നും പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല. വണ്ടി പൊളിക്കാനോ അങ്ങോട്ടോ എന്താ ചെയ്യണമെന്ന് അറിയില്ല ബൈക്ക്. അതുപോലെ കാറൊക്കെ ഇങ്ങനെ. നിങ്ങളെ സുരക്ഷത നിങ്ങൾ ഉറപ്പുവരുത്തിട്ടോ. അവരുടെ അടുത്ത് നിന്ന് കൂപ്പണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണേ. അവരെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ നോക്കുക.